Next topic, formatted input function. That is our input function use the scanf library function, built-in function. Okay. Scanf keyboard value read scanf function use. The scanf functions reads all the type of data values. It is used for runtime assignment of variable. The scanf statement also require conversion symbol to identify the data to be read during the execution of the program. The scanf function stops functioning when some input entered does not match format string. അതായത് സ്കാനഫ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പ്രിന്റ്എഫിന് അതേപോലെ തന്നെയാണ് സ്കാനഫിനും സിൻടാക്സ് വരുന്നത്. ദെൻ നമുക്കിവിടെ മെസ്സേജസ് ഒന്നും സ്കാനഫിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് സ്കാനഫിന്റെ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് വാല്യൂസ് ആണ് റീഡ് ചെയ്യേണ്ടതെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക. ദെൻ ഏത് മെമ്മറി ലൊക്കേഷനിലേക്കാണ് റീഡ് ചെയ്യേണ്ടതെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക. ഓക്കെ, സിൻടാക്സ് ഓഫ് സ്കാനഫ് സ്റ്റേറ്റ്മെന്റ്. Scanf function, scanf control string, argument 1, argument 2, argument 3, etc. ഇവിടെ കൺട്രോൾ സ്ട്രിങ് എന്ന് പറയുന്നത് നേരത്തെ പ്രിന്റ്എഫിൽ നമ്മൾ പഠിച്ചതുപോലെ പെർസെൻറ്റേജ്, ദെൻ ഏത് ടൈപ്പിനെയാണോ ആ ടൈപ്പിനെ റിപ്രസെന്റ് ചെയ്യുന്നത്, ഡാറ്റ ടൈപ്പ് ഏതാണോ ഡാറ്റ ടൈപ്പിനെ റിപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാരക്ടർ. ഇതാണ് കൺട്രോൾ സ്ട്രിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു സ്കാനഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് മോർ ദാൻ 1 വാല്യൂസ് നമുക്ക് റീഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര വാല്യൂസ് റീഡ് ചെയ്യണോ ആ വാല്യൂവിൻ്റെ ടൈപ്പിലുള്ള, അതായത് അതിന് ഈക്വൽ ആയിട്ട് കൺട്രോൾ സ്ട്രിങ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ദെൻ കൺട്രോൾ സ്ട്രിങ്ങിൽ എത്രത്തോളം സ്ട്രിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ടോ അത്ര തന്നെ ആർഗ്യുമെന്റ്സ് സ്കാനഫിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ ആണ്, അല്ലെങ്കിൽ അഡ്രസ് ഓഫ് എ മെമ്മറി വേരിയബിൾ ആണ്. ഏത് വേരിയബിളിലേക്കാണോ വാല്യൂ അസൈൻ ചെയ്യേണ്ടത് ആ വേരിയബിൾ മെമ്മറിയിൽ എവിടെയാണോ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ആ ഒരു ലൊക്കേഷൻ, ആ ലൊക്കേഷൻ്റെ അഡ്രസ്സ് കിട്ടിയാലേ നമുക്ക് അങ്ങോട്ടേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നോക്കാം. ദ കൺട്രോൾ സ്ട്രിങ് ഓർ ഫോർമാറ്റ് സ്ട്രിങ് സ്പെസിഫൈസ് ദ ഫീൽഡ് ഫോർമാറ്റ് ഇൻ വിച്ച് ദ ഡാറ്റ ഈസ് ടു ബി എൻറ്റേർഡ്. ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ ആണ് നമ്മൾ എൻറ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ് കൺട്രോൾ സ്ട്രിങ് കൊണ്ട് സ്പെസിഫൈ ചെയ്യുന്നത്. ദ കൺട്രോൾ സ്ട്രിങ് കണ്ടെയ്ൻസ് ദ ഫീൽഡ് സ്പെസിഫിക്കേഷൻ. Field specification consisting of conversion character, a data type character, and an optional number of numbers specifying the field with the blank tabs or new lines. അതായത് നമ്മളൊരു കൺട്രോൾ സ്ട്രിങ്ങിന്റെ കൂടെ നമുക്ക് ഫീൽഡ് സ്പെസിഫിക്കേഷൻ കൊടുക്കാം. ആ ഫീൽഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പെർസെൻറ്റേജ് സിമ്പിളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ കൂടെ ഡാറ്റ ടൈപ്പിന്റെ ക്യാരക്ടർ ഉപയോഗിക്കാം. ദെൻ ഓപ്ഷണലായിട്ട് നമുക്ക് ഈ ഫീൽഡ് സ്പെസിഫിക്കേഷൻ്റെ കൂടെ വേണമെങ്കിൽ ആ റീഡ് ചെയ്യുന്ന ഫീൽഡ് എത്രത്തോളം വിഡ്ത്ത്, അതായത് ഇപ്പോൾ ഒരു ഇൻറ്റീജർ വാല്യൂ ആണെങ്കിൽ എത്രത്തോളം ഡിജിറ്റ്സ് റീഡ് ചെയ്യണം, ഒരു ക്യാരക്ടർ സ്ട്രിങ് അറേ ആണ് റീഡ് ചെയ്യണമെങ്കിൽ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യണം, അങ്ങനെയുള്ള വിഡ്ത്ത് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം. ദെൻ നമുക്ക് അതിനകത്ത് ന്യൂ ലൈൻ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പേസസോ ഉപയോഗിക്കാം. ഓക്കെ, the argument 1, argument 2, etc. argument 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഈ സിൻടാക്സിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്പെസിഫൈസ് ദ അഡ്രസ് ഓഫ് ലൊക്കേഷൻ വേർ ദ ഡാറ്റ ഈസ് സ്റ്റോർഡ്, എവിടെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു എക്സാമ്പിളിനകത്ത് കൺട്രോൾ സ്ട്രിങ്ങിൽ നമ്മൾ യൂസ് ചെയ്ത് %d, %f, %c എന്നാണ്. അതായത് ഇൻറ്റീജർ, ദെൻ ഫ്ലോട്ട്, ദെൻ ക്യാരക്ടർ. ഇവിടെ ആംപർസൻഡ് എ എന്ന് പറഞ്ഞാൽ എ ഇസ് എ വേരിയബിൾ ദാറ്റ് റിപ്രസെന്റ്സ് എ മെമ്മറി ലൊക്കേഷൻ. ആ മെമ്മറി ലൊക്കേഷൻ ആണ് എന്തുകൊണ്ട് കിട്ടുന്നത്, ആംപർസൻഡ് എ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ദെൻ എ എന്ന് പറയുന്ന ഈ വേരിയബിൾ നമ്മൾ എന്തായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവണം, ഇൻറ്റീജർ ടൈപ്പ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം, കാരണം ഇവിടെ %d ആണ് ഉപയോഗിച്ചത്. ദെൻ ആംപർസൻഡ് ബി എന്ന് പറയുന്നതും മറ്റൊരു മെമ്മറി ലൊക്കേഷൻ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ആംപർസൻഡ് എന്ന് പറയുന്നത് അഡ്രസ് ഓപ്പറേറ്റർ ആണ്. അതുകൊണ്ട് അപ്പൊ ഈ ബി എന്ന് പറയുന്നത് ഫ്ലോട്ട് ടൈപ്പ് ആണ്. ദെൻ സി എന്ന് പറയുന്നത് ക്യാരക്ടർ ടൈപ്പിലാണ്. ഓക്കെ, ദ സ്റ്റേറ്റ്മെന്റ് scanf statement, the role of ampersand operator is to indicate the memory location of the variable so that the value read would be placed at that location. Okay. The blank tabs and new lines are ignored.
The data type character indicated the type of data that is to be assigned to the variable associated with the corresponding argument. നമ്മൾ ഇങ്ങനെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനെ ഒന്നുകിൽ നമുക്ക് സ്പേസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഡാറ്റ വാല്യൂസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ യൂസ് ചെയ്യാം. അതായത് നിങ്ങൾ വാല്യൂ ഇൻപുട്ട് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ഇൻപുട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്പേസ് വെച്ചിട്ട് വേണമെങ്കിൽ വാല്യൂസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രസ് ചെയ്തിട്ട് ഓരോരോ വാല്യൂസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് the commonly used scanf format codes. അപ്പോൾ നമ്മൾ പ്രിന്റ്എഫിൽ യൂസ് ചെയ്ത സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ വൺ വന്നിരിക്കുന്നത് %, ബ്രാക്കറ്റ് 2 ഡോട്ട്. അതായത് ഇപ്പോൾ സ്കാൻഎഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ അതിന് പറഞ്ഞു ഓരോ ഇലമെന്റ്സിനെയും അല്ലെങ്കിൽ ഓരോ ഫീൽഡ് വാല്യൂവിനെയും സെപ്പറേറ്റ് ചെയ്യാൻ ബ്ലാങ്ക് സ്പേസോ അല്ലെങ്കിൽ എന്തൊക്കെയോ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു സ്റ്റുഡൻറ്റിന്റെ നെയിം എൻറ്റർ ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലാണെങ്കിൽ അരവിന്ദ് കൃഷ്ണ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡൻറ് ഉണ്ടെന്ന് വയ്ക്കും. അപ്പൊ നമ്മൾ അവരുടെ പേര് എൻറ്റർ ചെയ്യുമ്പോൾ അരവിന്ദ് സ്പേസ് കൃഷ്ണ എന്നായിരിക്കില്ല എൻറ്റർ ചെയ്യാം. അപ്പൊ അത് രണ്ട് ഫീൽഡായിട്ട് എടുക്കും. ഓക്കെ, അപ്പം നമുക്ക് നെയിമിനകത്തേക്ക് എന്ത് മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ, അരവിന്ദ് എന്ന് മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കേസ് ഒഴിവാക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഒരു സെറ്റ് ഓഫ് വേർഡ്സിനെ തന്നെ നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ %, യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് ചെയ്ത് നോക്കാം. എക്സാമ്പിൾസ് പഠിക്കാം. ഓക്കെ, ദെൻ എങ്ങനെയാണ് വാല്യൂ ഒരു ഇൻറ്റീജർ വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നത് നോക്കാം. ഇൻപുട്ടിങ് ഇൻറ്റീജർ വാല്യൂ. The field specification for reading an integer number is %WSD. ഇവിടെ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡിന്റെ വിഡ്ത്ത് ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളിവിടെ റീഡ് ചെയ്യുന്നത് %2D, %5D, num1, num2. അപ്പൊ ഇതിന്റെ മീനിങ് num1-നകത്തേക്ക് 2 ഡിജിറ്റ്സും num2-നകത്തേക്ക് 5 ഡിജിറ്റുമാണ് റീഡ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന വാല്യൂ 50 സ്പേസ് 32 426 ഈ വാല്യൂ ആണ് ഞാൻ ഇൻപുട്ട് ചെയ്തതെങ്കിൽ 50 എന്നുള്ള വാല്യൂ നമ്പർ 1ലേക്കും 32,426 എന്നുള്ളത് നമ്പർ 2ലേക്കും സ്റ്റോർ ചെയ്യും. പക്ഷെ ഞാൻ ഈ വാല്യൂ ഇൻപുട്ട് ചെയ്തത് നേരെ തിരിച്ചാണെങ്കിൽ, അതായത് ഫസ്റ്റ് വാല്യൂ 32,426ഉം ദെൻ 50, അതായത് ഈ ഒരു ഫോർമാറ്റിലാണ് എൻറ്റർ ചെയ്തതെങ്കിൽ ഇതിൽ ആദ്യത്തെ 2 ഡിജിറ്റ് 32 എന്നുള്ളത് num1ലേക്കും ദെൻ 426 എന്നുള്ളത് എന്തിലേക്ക് സ്റ്റോർ ചെയ്യും, num2ലേക്കും സ്റ്റോർ ചെയ്യും. അപ്പൊ എന്ത് റീഡ് ചെയ്തില്ല, 50 എന്നുള്ളത് റീഡ് ചെയ്തില്ല. അപ്പൊ ഈ 50യെ നെക്സ്റ്റ് ഇനി അടുത്ത് വരുന്ന സ്കാനർ സ്റ്റേറ്റ് ഫംഗ്ഷൻ, അതായത് ആ പ്രോഗ്രാമിൽ മറ്റൊരു സ്കാനർ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ആയിരിക്കും അതിനെ റീഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ പ്രോഗ്രാം നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യില്ല. അപ്പൊ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവുന്നത് കൊണ്ട്, അതായത് ഇൻപുട്ട് ചെയ്യുന്ന യൂസറിന്, പ്രോഗ്രാമർ അല്ലല്ലോ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക, യൂസേഴ്സ് അല്ലേ, എൻഡ് യൂസേഴ്സ് അല്ലേ. അപ്പൊ യൂസേഴ്സ് എൻറ്റർ ചെയ്യുമ്പോൾ എൻറ്റർ 2 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് എത്ര ഡിജിറ്റ് ഉള്ള നമ്പർ ആണെന്നുള്ള പ്രോംപ്റ്റ് വന്നിട്ടില്ല എങ്കിൽ അവർ എൻറ്റർ ചെയ്യുന്നതിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതേ രീതിയിലുള്ള എറേഴ്സ് വരും. അപ്പൊ ആ എറർ ഒഴിവാക്കാൻ വേണ്ടി പൊതുവെ സ്കാനഫിന്റെ കൂടെ എന്ത് സ്പെസിഫൈ ചെയ്യാറില്ല, വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യാറില്ല. ഓക്കെ, the data type character D may be separated by L to read long integer and H to read short integers. An input field may be skipped by specifying star in the place if field width. ഇപ്പൊ നമ്മള് ഒരു ഡാറ്റ ടൈപ്പ് വാല്യൂവിന്റെ കൂടെ ഇൻറ്റീജർ വാല്യൂ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ എന്ത് ഉപയോഗിക്കാം, ലോങ് ഇൻറ്റീജർ ആണെന്ന് കാണിക്കുക LDയും ഷോർട്ട് ഇൻറ്റീജർ ആണെന്ന് കാണിക്കുക HD എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഈ ഒരു സ്കാനർ സ്റ്റേറ്റ്മെന്റിൽ 3 കൺട്രോൾ സ്ട്രിങ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ റീഡ് ചെയ്യുന്ന 2 വേരിയബിളേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിൽ ഒരു കൺട്രോൾ സ്ട്രിങ്ങിനെ ഒമിറ്റ് ചെയ്യണമെങ്കിലും ഇപ്പൊ നമ്മൾ അതിനെ റീഡ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ആ കൺട്രോൾ സ്ട്രിങ്ങിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സ്റ്റാർ എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഹൗ ടു ഇൻപുട്ടിങ് റിയൽ നമ്പേഴ്സ്. നമുക്ക് റിയൽ നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ ഇവിടെയും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നമുക്ക് ഫ്ലോട്ട് വാല്യൂസ് ആണ് റീഡ് ചെയ്യുന്നതെങ്കിൽ %F കൊടുക്കുക, എക്സ്പൊണൻഷ്യൽ ഫോർമാറ്റിലാണ് റീഡ് ചെയ്യുമെങ്കിൽ %E യൂസ് ചെയ്യണം.
അപ്പോൾ നമുക്ക് എത്ര വാല്യൂസ് റീഡ് ചെയ്യണോ അത്രയും വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോൾ സ്ട്രിങ് സ്കാനഫിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുക. അതിനകത്ത് എത്ര വാല്യൂസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അത്രയും വേരിയബിൾസ് ഇവിടെ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഇവിടെ സ്കാനഫ് %f ആംബസെൻറ്റ് പ്രൈസ് ആൻഡ് ആംബസെൻറ്റ് ടോട്ടൽ പ്രൈസ് എന്ന് കൊടുത്തു. അപ്പോൾ 2 വാല്യൂസാണ് റീഡ് ചെയ്യാനുള്ള. 2 വാല്യൂ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 വാല്യൂ ഇതിനകത്തേക്ക് റീഡ് ചെയ്യും. അപ്പോൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചുകൂടി മനസ്സിലാവും ചെയ്യാം. നെക്സ്റ്റ് ഇൻപുട്ടിങ് ക്യാരക്ടർ സ്ട്രിങ്. ക്യാരക്ടർ സ്ട്രിങ് ഇൻപുട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകിൽ WS യൂസ് ചെയ്യാം അല്ലെങ്കിൽ WC യൂസ് ചെയ്യാം. അപ്പോൾ WC ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ %WC ആണ് ഉപയോഗിക്കണമെങ്കിൽ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് അവിടെ പറയുന്നത്. അപ്പോൾ %3C എന്നാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ 3 ക്യാരക്ടർ വരെ ഉള്ള വാല്യൂ മാത്രമേ അതിനകത്ത് റീഡ് ചെയ്യുള്ളൂ. അപ്പോൾ അത് 3rd ക്യാരക്ടർ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ %C എന്നാണ് കൊടുത്തതെങ്കിൽ അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രമേ അത് റീഡ് ചെയ്യുള്ളൂ. ദെൻ %WS ആണെങ്കിൽ ഇതേപോലെ നമുക്ക് %WS കൊടുക്കുമ്പോൾ അവിടെയുള്ളൊരു പ്രത്യേകത ഒന്നുകിൽ വിത്ത് ക്യാരക്ടറിലെത്താം അല്ലെങ്കിൽ ഫസ്റ്റ് ബ്ലാങ്ക് സ്പേസ് വൈറ്റ് സ്പേസ് ക്യാരക്ടർ റീഡ് ചെയ്യാം. ഇതുവരെയുള്ള വാല്യൂസ് മാത്രമേ റീഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ സ്കാനഫ് %s city place 2 വാല്യൂസ് ഇവിടെ ശ്രദ്ധിക്കുക. %s ആണ് കൺട്രോൾ സ്ട്രിങ് എങ്കിൽ എന്തുപയോഗിക്കില്ല, ആംബസെൻറ്റ് സിമ്പിൾ യൂസ് ചെയ്യില്ല. അതിൻ്റെ റീസൺ %s എന്ന് പറയുന്നത് ഇറ്റ് റിപ്രസെൻറ്റ്സ് എൻ അറേ ഓഫ് ക്യാരക്ടർ. ഒരു അറേ ഓഫ് ക്യാരക്ടറിനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അറേ ഓഫ് ക്യാരക്ടർ ആണെങ്കിൽ ആ അറേയുടെ നെയിം എന്ന് പറയുന്നത് തന്നെ ഒരു പോയിന്റർ ആയിരിക്കും. അപ്പോൾ കുറേ വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യത്തെ ക്യാരക്ടർ മാത്രം എന്ന് പറയുമ്പോൾ അത് റിപ്രസെൻറ്റ് ചെയ്യുന്ന എന്താണ്, ആ ഒരു സ്ട്രിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ലൊക്കേഷൻ അല്ലേ. അപ്പോൾ അതൊരു പോയിന്ററാണ്. അപ്പോൾ പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്മറി ലൊക്കേഷനിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ആംബസെൻറ്റ് സിമ്പിൾ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അതായത് array name itself is a constant pointer. Array name എന്ന് പറഞ്ഞാൽ അതൊരു constant pointer ആണ്. That pointer point out the memory location. അപ്പോൾ അതുകൊണ്ട് ആംബസെൻറ്റ് സിമ്പിളിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സ്കാനഫ് %s city place ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ ഞാൻ ഇൻപുട്ട് ചെയ്തത് ന്യൂയോർക്ക് എന്നാണ്. ദെൻ പ്ലേസിന് വേണ്ടി വാഷിങ്ടൺ കൊടുത്തു. പക്ഷെ ഇവിടെ ഈ ഒരു രീതിയിലാണ് ഞാൻ വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ എനിക്കിവിടെ റീഡ് ചെയ്യുന്ന വാല്യൂസ് എന്തായിരിക്കും, സിറ്റിനകത്തേക്ക് ന്യൂ എന്നും ദെൻ പ്ലേസിനകത്തേക്ക് യോർക്ക് എന്നും സ്റ്റോർ ചെയ്യും. ദെൻ വാഷിങ്ടൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, അൺറീഡബിൾ വാല്യൂ ആയിട്ട് അവിടെ വെയിറ്റ് ചെയ്യും നെക്സ്റ്റ് സ്കാനഫ് സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, സ്ട്രിങ്ങിനകത്തേക്ക് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ ഒരു സിംഗിൾ വേർഡ് മാത്രമേ % വെച്ചിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു സെറ്റ് ഓഫ് വേർഡ്സ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സിയിൽ ഒരു സെറ്റ് ഓഫ് വേർഡ്സ് ഒന്നിച്ച് റീഡ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച %s വയ്ക്കുമ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് വൈറ്റ് സ്പേസ് വരെയുള്ള ക്യാരക്ടേഴ്സേ റീഡ് ചെയ്യുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒരാളുടെ പേര് ഇപ്പോൾ ശിവപത്മ എന്നാണെങ്കിൽ ശിവ വരെ റീഡ് ചെയ്യും, ദെൻ പത്മ എന്നുള്ളത് മറ്റൊരു ഇതിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ നെയിമാണ് റീഡ് ചെയ്യുന്നതെങ്കിൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എന്ന് കൊടുക്കുമ്പോൾ കോളേജ് എന്ന് മാത്രമേ റീഡ് ചെയ്യൂ. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എന്ന് തന്നെ മുഴുവനായിട്ട് റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സ്പെസിഫയർ എന്ന് പറയുന്നത് %സ്ക്വയർ ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാരക്ടേഴ്സ് മാത്രമാണ്. അപ്പോൾ നമുക്കതിനെ വേണം എന്ത് ചെയ്യാം, %സ്ക്വയർ A to Z, അതായത് നമുക്കൊന്ന് നോക്കാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് %സ്ക്വയർ ഇപ്പം നമ്മൾ ഫുൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുന്നതെങ്കിൽ A-to Z നമുക്ക് കൊടുക്കാം. ഓക്കെ,
അപ്പം ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോൾ സ്പെസിഫയർ എങ്കിൽ A to Z വരെയുള്ള ഏത് ക്യാരക്ടേഴ്സിനെ വേണമെങ്കിലും നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ബ്ലാങ്ക് സ്പേസ് കൂടി ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാവുന്നത് പെർസെൻറ്റേജ്, അതായത് *n, ക്യാരറ്റ് സിമ്പിൾ കൊടുക്കുക, ദെൻ /n, ദെൻ എന്നാണ് n എന്ന് യൂസ് ചെയ്യാം. അപ്പം ഇതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ നോട്ട് ഇൻക്ലൂഡ് /n, നോട്ട് ഇൻക്ലൂഡ് എൻ്റെ കീ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, എൻ്റെ കീ വരെയുള്ള എല്ലാ കാര്യങ്ങളും റീഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാനാണെങ്കിൽ അവിടെ എന്ത് കൊടുക്കാം, നമുക്ക് റീഡ് ചെയ്യുമ്പോൾ എന്താണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, സ്കാനഫിൻ്റെ കൂടെ പെർസെൻറ്റേജ് *n എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റ് സിമ്പിൾ കൊടുത്തിട്ട് ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമുക്കിതൊന്ന് എക്സാമ്പിൾസ് ചെയ്ത് നോക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും കാര്യം ഓർക്കുക. അപ്പം ക്യാരറ്റ് സിമ്പിൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ മീനിങ് അത് നമ്മൾ സ്പെസിഫൈ ചെയ്ത ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണോ ആ ക്യാരക്ടേഴ്സ് എല്ലാം, ആ ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന സ്ട്രിങ് മാത്രം റീഡ് ചെയ്യും. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ, അതായത് പെർസെൻറ്റേജ്, ഇതിനകത്ത് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ക്യാപിറ്റൽ ലെറ്റർ A, ദെൻ S, ദെൻ D, ഇത്രയും കാര്യങ്ങളെ ഞാൻ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ ഇതിൻ്റെ മീനിങ് എയും എസ് ആൻഡ് ഡി ഈ 3 ക്യാരക്ടേഴ്സ് ഉള്ള സ്ട്രിങ്സ് മാത്രമേ റീഡ് ചെയ്യുള്ളൂ. അപ്പം ഈ 3 ക്യാരക്ടർ അല്ലാതെ മറ്റേതെങ്കിലും ഒരു ക്യാരക്ടർ വരികയാണെങ്കിൽ റീഡ് ഓപ്പറേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പം നോട്ട് ഇൻക്ലൂഡ് ഉണ്ട്, ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നോട്ട് ഇൻക്ലൂഡ് എന്ന് കൊടുക്കണമെങ്കിൽ /s നമുക്കിവിടെ എന്ത് കൊടുക്കണം, ക്യാരറ്റ് സിമ്പിൾ യൂസ് ചെയ്യണം. അതല്ല നോട്ട് ഇൻക്ലൂഡഡ് അല്ല ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് ഇൻക്ലൂഡഡ് എന്നുള്ളത് ഇതിനകത്ത് പറയാം. അപ്പോൾ ബ്ലാങ്ക് സ്പേസ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ /d എന്നുള്ള ബ്ലാങ്ക് സ്പേസിന് വേണ്ടി /t കൊടുക്കാം, നിങ്ങൾക്ക് ടാബ് സ്പേസസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ജസ്റ്റ് സ്പേസ് യൂസ് ചെയ്യാം. ഓക്കെ.